Cournot's duopoly model is a duopoly model introduced by Augustin Cournot in 1838. It's a duopoly model introduced by a French economist, Augustin Cournot, in 1838. And this model is based on few assumptions. First one is there are two firms, firm A and firm B, and they are producing mineral water. There are two firms, firm A and B. Here we consider the production of mineral water. And second assumption is production costs are zero. There is no cost for production. Production cost is zero. And third assumption is the demand curve is straight line, negatively sloped demand curve, straight line. And fourth, this is one of the main assumptions of this Cournot model. Each firm acts on the assumption that its competitor will not change its output, that decides its own output so as to maximize profit. ഓരോ ഫോമും അസ്യൂം ചെയ്യാൻ പറ്റും. ഡുയോപോളി മോഡലാണ്. രണ്ട് ഫോംസേ ഉള്ളൂ മാർക്കറ്റിൽ. അപ്പോൾ ഫോം എയും ഫോം ബിയും മാത്രമേ മാർക്കറ്റിലുള്ളൂ. അപ്പോൾ ഫോം എ ഒരു ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യുമ്പോൾ അസ്യൂം ചെയ്യുന്നത് കോമ്പറ്റീറ്റർ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നതാണ്. കോമ്പറ്റീറ്റർ ഒരിക്കലും ആളുടെ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യില്ല, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യില്ല എന്നുള്ള അസംഷൻസിന്റെ മേലാണ് other firm decide ചെയ്യുന്നത് ആളുടെ ഔട്ട്പുട്ട്. അപ്പോൾ each firm acts on the assumption that its competitor will not change its output and decides its own output so as to maximize profit. ഒരു ഫോം രണ്ട് ഫോംസേ ഉള്ളൂ. ഒരു ഫോം ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യുമ്പോൾ അസ്യൂം ചെയ്യുന്നത് അതർ ഫോംസ് കീപ് ഇറ്റ്സ് ഔട്ട്പുട്ട് കോൺസ്റ്റന്റ്. അതർ ഫോംസിന്റെ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന അസംഷന്റെ ബേസിലാണ് ഈ ഫോം ഡിസൈഡ് ചെയ്യുന്നത് ഔട്ട്പുട്ട്. അത് മാക്സിമൈസ് ചെയ്യാം. ആ ഫോമിന്റെ ഔട്ട്പുട്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് തന്നെയായിരിക്കും. അതായത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആവുന്ന പോയിന്റ് തന്നെയായിരിക്കും. അസ്യൂം ചെയ്യുന്നു അതർ ഫോംസ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യില്ല. ഇതാണ് ഈ ഒരു കുർണോട്ടിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള അസംഷൻ. ഈച്ച് ഫോം ആക്ട്സ് ഓൺ ദ അസംഷൻ ദാറ്റ് ഇറ്റ്സ് കോമ്പറ്റീറ്റർ വിൽ നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഔട്ട്പുട്ട് and decides its own output so as to maximize profit. Profit maximize ചെയ്യുന്ന ഔട്ട്പുട്ട് ഈ ഫോം ഡിസൈഡ് ചെയ്യണം. കുർണോട്ടിന്റെ മോഡൽ ഫിഗറിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹിയർ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് DD ആണ്. മാർക്കറ്റിൽ രണ്ട് ഫോംസേ ഉള്ളൂ. ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് DD ആണ്. ഫസ്റ്റ് ഫോം എ മാത്രമേ മാർക്കറ്റിലുള്ളൂ. ഫോം എ ഇസ് ദ ഓൺലി പ്രൊഡ്യൂസർ ഇൻ ദാറ്റ് മാർക്കറ്റ്. അതായത് ഫോം എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല പ്രോഫിറ്റ് മാക്സിമൈസിങ് പോയിന്റിലായിരിക്കും. അതായത് DD ആണ് ടോട്ടൽ ഡിമാൻഡ് കർവ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ റവന്യൂ കർവ് എന്ന് പറയുന്നത് MR1 ആണ്. ഫോം എ മാത്രമേ ഈ ഒരു മാർക്കറ്റിൽ അറ്റ് പ്രസന്റ്ലി ഉള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് QA ആണ്. അതായത് MCMR ഇന്റർസെക്ട് ചെയ്യുന്നത്. ഹിയർ MC ഈക്വൽ ടു 0 ആണ്. നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റ് 0 ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർജിനൽ കോസ്റ്റ് 0 ആണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് 0 ആയതുകൊണ്ട് മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആ പോയിന്റ് A ആയിരിക്കും. അപ്പോൾ QA ക്വാണ്ടിറ്റി ആണ് ഫോം എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൈസ് എന്ന് പറയുന്നത് നേരെ നമ്മൾ ഡിമാൻഡ് കർവിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് PA പ്രൈസ് ആണ്. അപ്പോൾ ഫോം എ മാത്രമേ മാർക്കറ്റിലുള്ളൂ. ഫോം എയുടെ ക്വാണ്ടിറ്റി, ഫോം എ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് QA ആണ്. പ്രൈസ് എന്ന് പറയുന്നത് PA ആണ്.
അപ്പം ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് ഉള്ളത് OD, അത്രയും പോർഷൻ ടോട്ടൽ മാർക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ഡിമാൻഡ് ഉണ്ട്. പക്ഷെ അതിന്റെ ഹാഫ് മാത്രമാണ് ഫേം എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫേം എ മാത്രമേ ആ മാർക്കറ്റിലുള്ളൂ. ടോട്ടൽ മാർക്കറ്റ് നമ്മൾ 1 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഹാഫ് പോർഷൻ മാത്രമാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫേം എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഫേം എ മാത്രമേ ഉള്ളൂ. ഫേം എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോട്ടൽ മാർക്കറ്റിന്റെ ഹാഫ് പോർഷൻ ആണ്. അപ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് എന്ന് പറയുന്നത് OD ആണ്. പക്ഷെ ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് OQA, ടോട്ടൽ മാർക്കറ്റിന്റെ ഹാഫ് പോർഷൻ മാത്രമേ ഫേം എ പ്രൊഡ്യൂസ് ചെയ്യൂ. ഇനി ഫേം ബി ഈ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യാണ്. പക്ഷെ ഫേം ബിയുടെ അസംഷൻ എന്താണെന്ന് വെച്ചാൽ എ വിൽ കീപ് ഇറ്റ്സ് ഔട്ട്പുട്ട് കോൺസ്റ്റന്റ്. എയുടെ ഫേം എ മാത്രമാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. ബി എൻട്രി ചെയ്യുമ്പോൾ ബി അസ്യൂം ചെയ്യാണ് എയുടെ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. അതായത് OQA എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എ കോൺസ്റ്റന്റ് ആക്കി വെക്കും. ഇനി റെസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് AD എന്ന് പറയുന്ന പോർഷനാണ്. അതിലായിരിക്കും ആര് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകണ്ടാവാം, ഫേം ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫേം ബിയുടെ ഡിമാൻഡ് കർവ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് CD ആണ്. CD ആണ് ഫേം ബിയുടെ ഡിമാൻഡ് കർവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ ഹാഫിലായിരിക്കും മാർജിനൽ റവന്യൂ കർവ് വരിക. അപ്പൊ ഫേം ബിയുടെ മാർജിനൽ റവന്യൂ കർവ് എന്ന് പറയുന്നത് MR2 ആണ്. കാരണം ബാക്കിയുള്ള പോർഷൻ എ പ്രൊഡ്യൂസ് ചെയ്തതിന് ബാക്കിയുള്ളത് QAD എന്ന് പറയുന്ന പോർഷൻ മാത്രമാണ് ആർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഫേം ബിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഡിമാൻഡ് കർവ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് CD ആണ്. അപ്പൊ ഫേം ബി അതിന്റെ ഡിമാൻഡ് കർവ് ആയിട്ട് എടുക്കുന്നത് CD, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ റവന്യൂ കർവ് എന്ന് പറയുന്നത് MR2 ആണ്. അപ്പൊ ഫേമിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് QB ആണ്. MRയും MCയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ബിയിലാണ്. അപ്പോൾ ഫേം ബിയുടെ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി QB ആണ്. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് PB ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ എ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് സ്റ്റേജ് വന്നപ്പോൾ ബി ഈ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്തു. ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ മാർക്കറ്റിന്റെ ഹാഫ് ഫേം എ പ്രൊഡ്യൂസ് ചെയ്തു. ദാറ്റ് ഈസ് 1 മൈനസ് ഹാഫ് ഈക്വൽ ടു ഹാഫ്. അത് ഫേം എ പ്രൊഡ്യൂസ് ചെയ്തു. സെക്കൻഡ് സ്റ്റേജിൽ ബി അസ്യൂം ചെയ്യാണ് എയുടെ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കും. ബാക്കിയുള്ള ഔട്ട്പുട്ട് അപ്പോൾ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ബി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എ പ്രൊഡ്യൂസ് ചെയ്യാത്ത പോർഷന്റെ ഹാഫ് മാത്രമാണ്. അപ്പോൾ QAD എന്ന് പറയുന്ന പോർഷൻ ഫുൾ എ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷെ അത് ഫുൾ ബിയും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ബിക്ക് അവൈലബിൾ ആയിട്ടുള്ള AD എന്ന് പറയുന്ന അല്ലെങ്കിൽ QAD എന്ന് പറയുന്ന പോർഷൻ ബിക്ക് പ്രൊഡ്യൂസ് ചെയ്യാതെ ബി അതിന്റെ ഹാഫ് പോർഷൻ മാത്രമാണ് പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് QB വരെ ഫേം ബി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റേജിൽ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോട്ടൽ മാർക്കറ്റിന്റെ ഹാഫ്. അപ്പോൾ ടോട്ടൽ ഹാഫ് പോർഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജ് വന്നപ്പോൾ എ പ്രൊഡ്യൂസ് ചെയ്യാത്തതിന്റെ ഹാഫ്, എ പ്രൊഡ്യൂസ് ചെയ്യാത്ത പോർഷൻ എന്ന് പറയുന്നത് ഹാഫ് ആണ്. ഓൾറെഡി ഹാഫ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എ പ്രൊഡ്യൂസ് ചെയ്യാത്ത ബാക്കിയുള്ള പോർഷൻ എന്ന് പറയുന്നത് ഹാഫ് പോർഷൻ ആണ്. അതിന്റെ ഹാഫ് ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫേം ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് മൾട്ടിപ്ലൈഡ് ബൈ ഹാഫ് ഈക്വൽ ടു 1/4. ടോട്ടൽ മാർക്കറ്റിന്റെ 1/4 ആണ് ഫേം ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് എ ഹാഫ് പോർഷൻ പ്രൊഡ്യൂസ് ചെയ്തു. എ പ്രൊഡ്യൂസ് ചെയ്യാത്ത പോർഷൻ എന്ന് പറയുന്നത് ഹാഫ് തന്നെയാണ്, അതായത് 1/2 ആണ്. അപ്പോൾ എ പ്രൊഡ്യൂസ് ചെയ്യാത്ത പോർഷന്റെ ഹാഫ് ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫേം ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് മൾട്ടിപ്ലൈഡ് ബൈ ഹാഫ് ഈക്വൽ ടു 1/4 ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ എ ആദ്യം പ്രൊഡക്ഷൻ നടത്താണ്. എ അസ്യൂം ചെയ്യാണ് ബി വിൽ കീപ് ഇറ്റ്സ് ഔട്ട്പുട്ട് കോൺസ്റ്റന്റ്. B
ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോട്ടൽ ഔട്ട്പുട്ടിന്റെ 1/4 ആണ്. അപ്പൊ ബി പ്രൊഡ്യൂസ് ചെയ്യാത്തത് 3/4 ആണ്. എ അസ്യൂം ചെയ്യാണ് ബിയുടെ ഔട്ട്പുട്ട് 1/4 ടോട്ടൽ ഔട്ട്പുട്ടിന്റെ 1/4 കോൺസ്റ്റന്റ് ആക്കി വെക്കും. ബാക്കിയുള്ള 3/4 ഹാഫ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആര് പോവാണ്? എ പോവാണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റേജിൽ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബി പ്രൊഡ്യൂസ് ചെയ്യാത്തതിന്റെ ഹാഫ്. ബി പ്രൊഡ്യൂസ് ചെയ്യാത്തതിന്റെ ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4 ആണ്. അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 3/8 ആണ്. അപ്പോൾ തേർഡ് സ്റ്റേജ് വന്നപ്പോൾ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 3/8 ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റേജിൽ ബി എന്ത് വിചാരിക്കുന്നത്? ബി വിചാരിക്കുകയാണ് എ വിൽ കീപ് ഇറ്റ്സ് ഔട്ട്പുട്ട് കോൺസ്റ്റന്റ്. അതിന്റെ ഹാഫ് പോർഷൻ ആര്? എ പ്രൊഡ്യൂസ് ചെയ്യാത്തതിന്റെ ഹാഫ് പോർഷൻ ബി പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ എ പ്രൊഡ്യൂസ് ചെയ്യാത്തതിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/8 ആണ് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഹാഫ് പ്രൊഡ്യൂസ് ചെയ്യാത്ത പോർഷൻ, അതായത് 1 - 3/8 ഹാഫ് ആണ് ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് മൾട്ടിപ്ലൈഡ് ബൈ 1 - 3/8 = 5/16. ഇങ്ങനെ ഓരോ സ്റ്റേജിലും, ഇങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഉണ്ടായിരിക്കാം. ഓരോ സ്റ്റേജിലും ഓരോ ഫോം എ ആണെങ്കിലും ബി ആണെങ്കിലും അസ്യൂം ചെയ്യുന്നത് കോമ്പറ്റീറ്റർ അല്ലെ, കോമ്പറ്റീറ്റർ എപ്പോഴും ആളുടെ ഔട്ട്പുട്ട് ആ ഫോമിന്റെ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കും എന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ട് അസംഷൻ. എന്നിട്ട് കോമ്പറ്റീറ്റർ പ്രൊഡ്യൂസ് ചെയ്യാത്തതിന്റെ ഹാഫ് എപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ആക്ഷൻ റിയാക്ഷൻ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കുർനോട്ട് പറയുന്നത്. രണ്ട് ഫോമും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം എത്തുന്നത് വരെ ഈ ഒരു ആക്ഷൻ റിയാക്ഷൻ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തു. ഈ ഒരു നമ്മുടെ ഈ മോഡലിൽ കുർനോട്ട് പറയുന്നത് രണ്ട് ഫോമും ടോട്ടൽ മാർക്കറ്റിന്റെ 1/3 പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഇവരൊരു ഇക്വിലിബ്രിയം എത്തുന്നത്. രണ്ട് ഫോമും ടോട്ടൽ മാർക്കറ്റിന്റെ 1/3 പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഫോം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അപ്പോൾ എ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോട്ടൽ മാർക്കറ്റിന്റെ 1/2 ആണ്. ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോട്ടൽ മാർക്കറ്റിന്റെ 1/4 ആണ്. ആൻഡ് നെക്സ്റ്റ് വരുമ്പോൾ എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 3/8, ടോട്ടൽ മാർക്കറ്റിന്റെ 3/8. നെക്സ്റ്റില് ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോട്ടൽ മാർക്കറ്റിന്റെ 5/16 ആണ്. അപ്പൊ ഈ ഒരു ആക്ഷൻ റിയാക്ഷൻ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യും. രണ്ട് ഫോംസും ടോട്ടൽ മാർക്കറ്റിന്റെ 1/3 പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അവിടെ ഇക്വിലിബ്രിയം. ഇതാണ് ശരിക്കും കുർനോട്ട് മോഡൽ എന്ന് പറയുന്നത്. കുർനോട്ടിന്റെ മോഡൽ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. പ്രൈസ് എപ്പോഴും മൊണോപ്പൊളി പ്രൈസിനേക്കാളും ലോവർ ആയിരിക്കും, പക്ഷെ പിയർ കോമ്പറ്റീഷനേക്കാളും ഹയർ ആയിരിക്കും. പ്രൈസ് എപ്പോഴും മൊണോപ്പൊളി പ്രൈസിനേക്കാളും കുറവായിരിക്കും, പക്ഷെ പിയർ കോമ്പറ്റീറ്റീവ് പ്രൈസിനേക്കാളും ഹയർ ആയിരിക്കും. ടോട്ടൽ മാർക്കറ്റിന്റെ 1/3 എത്തുന്നത് വരെ രണ്ട് ഫോംസും ഈ ഒരു ആക്ഷൻ റിയാക്ഷൻ പാറ്റേൺ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് കുർനോട്ട് മോഡൽ. ഇതിന് ചെറിയ ക്രിറ്റിസിസംസ് ഉണ്ട്. നമ്മൾ അസ്യൂം ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് 0 എന്ന് പറയുന്നതാണ്. ഒരു കോസ്റ്റ്ലെസ് പ്രൊഡക്ഷൻ ആണ്. മിനറൽ വാട്ടർ ആണ് നമ്മൾ എടുത്തിറങ്ങുന്നത്. പക്ഷെ ഒരു കോസ്റ്റ്ലെസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ്. Then next criticism, the model does not say how long it will take to reach the equilibrium. ഈ equilibrium 1/3 പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ അവര് ഈ ആക്ഷൻ റിയാക്ഷൻ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എത്ര സമയം എടുക്കും ഇതിലോട്ട് എത്തുന്നതിന് എന്നുള്ളത് ഈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എത്ര സമയം എടുത്തിട്ടാണ് ഈ ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷനിലോട്ട് എത്തുന്നത് എന്നുള്ളത് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. And third criticism, it is a closed model as entry is not permitted. ഇതൊരു ക്ലോസ്ഡ് മോഡലാണ്. വേറെ ഫോംസ് ഒന്നും ഈ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യുന്നില്ല. ഡ്യുവോപോളി മോഡലാണ്. ഓൺലി 2 ഫോംസ് മാത്രമേ ഉള്ളൂ. അതും ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. And last criticism, the assumption that the firm's competitor will not change its output is unrealistic. ഓരോ ഫോമും അസ്യൂം ചെയ്യുന്നത് ആളുടെ കോമ്പറ്റീറ്റർ ആളുടെ ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആക്കി വെക്കും എന്നുള്ളതാണ്. അതൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻ ആണ്.
നമ്മൾ എന്ത് ആക്ഷൻ എടുത്താലും ഡ്യുവൽ ഫോം ഉള്ള സിറ്റുവേഷനിൽ കോമ്പറ്റേറ്റർ നമ്മുടെ ആക്ഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു അതർ ഫോംസ് ഔട്ട്പുട്ട് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുള്ള അസംഷൻ ഒരു ആന്റിലിസ്റ്റിക് ആണ്. ഇതാണ് കുർനോട്ട് മോഡൽ. താങ്ക് യു.